ഇത് രാഹുൽ മാങ്കുട്ടത്തിൽ VD സതീശനെ ധിക്കരിച്ച് സഭയിലെത്തിയോ എന്നുള്ളത് സത്യത്തിൽ നമ്മൾ നാളെയാണ് കാണേണ്ടത്. ഇന്ന് നിയമസഭാ നടപടികൾ ചരമോപചാര പ്രസംഗങ്ങളിലൊതുങ്ങുകയാണ്. VSന്റെയും PP തകച്ചേട്ടന്റെയും നിര്യാണത്തെ തുടർന്നുള്ള അനുസ്മരണമാണ് ഇത് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരരുത് എന്ന ഒരു വിഭാഗം നിലപാടെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷത്തിന് സഭയിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട്. ലോക്കപ്പ് മർദ്ദനം പോലെയുള്ള പോലീസ് അതിക്രമം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ ഒരു ബദലായിട്ട് ഉന്നയിക്കും. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന് മൂർച്ച കുറയും. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. അതാണ് രാഹുൽ സഭയിൽ വരരുതെന്നൊരു വിഭാഗം നിർബന്ധിച്ചതിന് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്നിപ്പോ അതില്ലല്ലോ. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇന്നൊരു സേഫ് ഡേ ആണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള. പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിനൊക്കെ ഒക്കെ ആണെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള തർക്ക വിഷയങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നാളെ അദ്ദേഹം വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. നാളെ ഉറപ്പായിട്ടും ഈ ലോക്കപ്പ് മർദ്ദനം സംബന്ധിച്ച വിഷയങ്ങൾ ഒരു അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് വരും. അത് ചർച്ച ചെയ്യാൻ സർക്കാർ അത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ആ വിഷയം വളരെ ശക്തമായിട്ട് നാളെ ഉന്നയിക്കുമ്പോൾ ബദലായിട്ട് രാഹുലിന്റെ ഇഷ്യൂ വന്നാൽ അത് പ്രതിപക്ഷത്തിന് ക്ഷീണമാണ്. ആ ഒരു കാര്യമാണ് സതീശൻ ഉന്നയിച്ചത്. അപ്പൊ നാളെയും ഈ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് ദോഷകരമാകും. അതിന് സംശയവുമില്ല. അത് പ്രതിപക്ഷത്തിന്റെ നാളെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണങ്ങളുടെ മൂർച്ച കുറയ്ക്കുകയും ചെയ്യും. അപ്പോ എന്റെ അഭിപ്രായത്തിൽ നാളെയാണ് അദ്ദേഹം വരുമോ. അപ്പൊ ഇന്ന് വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് വേണ്ടി അവധി എടുക്കാതെ മാറി നിൽക്കാൻ പറ്റും. ഈ സമ്മേളനകാലം മുഴുവൻ മാറി നിൽക്കാനാണെങ്കിൽ അവധി എടുക്കേണ്ടി വരും. ഇന്ന് അദ്ദേഹം വന്നു. ഇദ്ദേഹത്തിന് നാളത്തെ ദിവസങ്ങളിലൊക്കെ അബ്സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ ഇവർ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനൊരു സാധ്യത, അങ്ങനെ ഒരു വശം ഈ പ്രശ്നത്തിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്.